Hi all, this is Jasmine. Welcome to YouTube KTU. ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട്, അതായത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് വരുന്ന ഹൈപ്പോത്തസിസ് സ്പേസും വേർഷൻ സ്പേസും എന്താണെന്നാണ് പഠിക്കുന്നത്. ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഞാൻ ഹൈപ്പോത്തസിസിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ആദ്യമേ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് മൈ ഫസ്റ്റ് വീഡിയോ. അതിനകത്ത് വരുന്ന ഹൗസിംഗ് പ്രൈസ് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഗ്രാഫ് വെച്ച് പ്ലോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ട് വരണം. അവിടെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു ഐഡിയ ഹൈപ്പോത്തസിസ് സ്പേസ് എന്താണ് എന്നുള്ളതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് വരുന്നത് ഒരു ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് കൺസിഡർ ദ പ്രോബ്ലം ഓഫ് അസൈനിങ് ദ ലേബിൾ ഫാമിലി കാർ ഓർ നോട്ട് ഫാമിലി കാർ ടു കാർസ്. അതായത് നമ്മളൊരു ഫാമിലി കാറിനെയോ അല്ലെങ്കിൽ ഏതാണ് ഒരു കാർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കാറിൻ്റെ ഇമേജോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഫാമിലി കാറാണോ അതോ ഫാമിലി കാർ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫാമിലി കാർ ആകണം എന്നുണ്ടെങ്കിൽ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ടു ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻസ്. നമ്മൾ എന്താണോ നമ്മുടെ പ്രോബ്ലം അതിന് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്തൊക്കെയാണോ അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ഒരു ഫാമിലി കാർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി കാറാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? സോ നമുക്കൊരു നോളജ് എക്സ്ട്രാക്ട് ചെയ്യണം. ആൾക്കാർ എങ്ങനെയാണ് ഒരു കാറിനെ ഒരു ഫാമിലി കാറാണെന്നും അല്ല എന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളത് ഡേറ്റാസിൽ നിന്നും, പാസ്റ്റ് ഡേറ്റാസിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അത് മെഷീൻ തന്നെ പഠിക്കും. അങ്ങനെ പഠിച്ചെടുത്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രെഡിക്റ്റ് ചെയ്യണം. ഒരു ഫാമിലി കാർ ആണോ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സാണ്. നമ്മൾ ഏത് ഫീച്ചേഴ്സ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന കാറിന് ഫാമിലി കാറെന്നും അല്ലാത്ത നോട്ട് ഫാമിലി കാറെന്നും നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇവിടെ രണ്ട് ഫീച്ചേഴ്സാണ്, പ്രൈസും എൻജിൻ പവറും. കാറിൻ്റെ പ്രൈസും വേറൊന്ന് എൻജിൻ പവറുമാണ് നോക്കുന്നത്. So let us assume that the features that separate a family car from other cars are the price and engine power. ഇത് രണ്ടുമാണ് ഇൻപുട്ട്, നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, people look the cars and label them that the cars in the family cars are positive examples and other are negative examples. അപ്പോൾ നമ്മൾ ആൾക്കാർ എന്ത് ചെയ്യും? കാർ നോക്കിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, രണ്ട് ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. അത് ഫാമിലി കാർ ആണ് എങ്കിൽ പോസിറ്റീവ് എന്നും ഫാമിലി കാർ അല്ല എങ്കിൽ നെഗറ്റീവ് എന്നും പറഞ്ഞാണ് നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. ദ പ്രൈസ് ആൻഡ് എൻജിൻ പവർ ആർ ദി ടു ആട്രിബ്യൂട്ട്സ് ഓഫ് കാർസ്. നമ്മൾ കാറിൻ്റെ രണ്ട് ഫീച്ചേഴ്സായിട്ട്, അതായത് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഈ രണ്ട് ഫീച്ചേഴ്സിനെ, പ്രൈസിനെയും എൻജിൻ പവറിനെയുമാണ് ക്ലാസ് റെക്കഗ്നൈസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, how we are going to differentiate whether the car is family car or not? It actually depends upon the features or input representations that we are giving to it. So such type of an input representations are called class recognizer. ഏത് ക്ലാസ്സിൽ വരുന്നതാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന രണ്ട് ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സ് രണ്ടല്ല, മോർ ദാൻ ടു കാണും. സോ ഇൻ ദിസ് എക്സാമ്പിൾ ദ പ്രൈസ് ആൻഡ് എൻജിൻ പവർ ആർ ദ ടു ആട്രിബ്യൂട്ട്സ് ഓഫ് കാർസ്. സോ ദേ ആർ നോൺ ആസ് ക്ലാസ് റെക്കഗ്നൈസേഴ്സ്. സോ ഇനി നമ്മൾ വി ആർ ടേക്കിംഗ് ദി ഡിസിഷൻസ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് ടു ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ. ഈ പറയുന്ന രണ്ട് ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ആൻഡ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾ അതർ ആട്രിബ്യൂട്ട്സ് വി ആർ just ignoring that one. Okay, നമ്മൾ ഇഗ്നോർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് റെലവൻറ്റ് for our problem, like seating capacity, colors, etc. So our main aim is to discriminate
the problems or they discriminate the given problem into two classes according to the input representations. So which are the input representations? Those input representations are called class recognizers. In this example, our class recognizers are price and engine power. Okay, ഇത്രയാണ് നമ്മൾക്ക് മൊത്തത്തിൽ ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെ നമ്മൾ സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷനകത്ത് നമുക്കിപ്പോൾ മനസ്സിലായി ക്ലാസ്സസ് ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്, സൂപ്പർവൈസ്ഡിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. സോ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട 3 കാര്യങ്ങളാണ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവുമ്പോൾ, ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഫസ്റ്റ്, ഏത് ക്ലാസ്സിനകത്തേക്ക് എത്ര തരത്തിലുള്ള ക്ലാസ് ഉണ്ട് എന്ന് നോക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ലേൺ അബൌട്ട് അവർ ക്ലാസ്സസ്. സോ ഇൻ അവർ പ്രോബ്ലം അവർ ക്ലാസ്സസ് ആർ വൺ ക്ലാസ് ഇസ് ഫാമിലി കാർ ആൻഡ് ദ അതർ ക്ലാസ് ഇസ് നോൺ ഫാമിലി കാർ. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് നമുക്ക് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് 2 കാര്യങ്ങൾ നമ്മൾ മുന്നേ കൂട്ടി അറിയണം. ദാറ്റ് വൺ ഈസ് പ്രഡിക്ഷൻ. നമ്മൾക്ക് ഈ എടുക്കുന്ന ക്ലാസ്സിലുള്ള ഇപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കാറ് കൊടുത്തു. ആ കാർ എന്ന് പറയുന്നതാണ് എക്സ് ആയിട്ട് എടുക്കുക. ഏതൊരു കാറ് കിട്ടിയാലും അതൊരു എക്സ് ആയിട്ട് എടുക്കുക. ആ എക്സ് എന്ന് പറയുന്നത് ഫാമിലി കാർ ആണോ അല്ലയോ, ദാറ്റ് ഈസ് അവർ പ്രഡിക്ഷൻ. വി നീഡ് ടു പ്രെഡിക്റ്റ് വെദർ ദി ഗിവൺ കാർ ഈസ് ഫാമിലി കാർ ഓർ നോട്ട്. ഇനി രണ്ടാമത്തത് നോളജ് എക്സ്ട്രാക്ഷൻ. നോളജ് എക്സ്ട്രാക്ഷൻ എന്താണ്? പാസ്റ്റ് ഡേറ്റാസ് വെച്ചിട്ട് ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരു ഫാമിലി കാർ എന്ന് വിളിക്കാൻ കാരണം, ആ കാറിനെ എന്തുകൊണ്ടൊരു ഫാമിലി കാർ എന്ന് വിളിച്ചു. That means we have to find out the expectations that the people put on a particular family car. ഒരു ഫാമിലി കാറിലേക്ക് ആൾക്കാർ കൊടുക്കുന്ന പുട്ട് ഓൺ ചെയ്തിരിക്കുന്ന ആ ഒരു നോളജിനെ എക്സ്ട്രാക്ട് ചെയ്യണം. പാസ്റ്റ് ഡേറ്റാസ് ഉണ്ട്, ആ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരു കാറിനെ ഫാമിലി കാർ എന്ന് വിളിക്കുന്നത്. സോ വൈ, എന്താണ് ആൾക്കാർ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു ഫാമിലി കാറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പഠിക്കണം. ദാറ്റ് ഈസ് കോൾഡ് നോളജ് എക്സ്ട്രാക്ഷൻ. സോ വാട്ട് ഡു പീപ്പിൾ എക്സ്പെക്ട് ഫ്രം എ ഫാമിലി കാർ? നെക്സ്റ്റ് വൺ ഇസ്, അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ്സിനെ പറ്റി അറിയുക എന്നുള്ളതാണ്. ക്ലാസ്സിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ദ പ്രഡിക്ഷൻ. വാട്ട് ഈസ് ദ പ്രഡിക്ഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് സം എക്സ്പെക്റ്റേഷൻസ്. ദാറ്റ് മീൻസ് നോളജ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നു. ഈ രണ്ടും അറിയണം. ഇനി അടുത്തത് രണ്ടാമത്തേതാണ് ഔട്ട്പുട്ട്. അപ്പം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് ലേബൽ ചെയ്യും? അപ്പം ഓക്കെ, ഫാമിലി കാർ ആണെങ്കിൽ അത് പോസിറ്റീവ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യുകയും നോൺ ഫാമിലി ആണെങ്കിൽ അത് നെഗറ്റീവ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യുകയും ചെയ്യണം. ആൻഡ് ഓൾസോ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് നമുക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ 2 ആട്രിബ്യൂട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. x1 എന്ന് പറയുന്നതും x2 എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ട്സ്. x1 എന്ന് പറയുന്ന പ്രൈസും x2 എന്ന് പറയുന്നത് എൻജിൻ പവറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലാസ്സിനെ പറ്റി, സെക്കൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം, തേർഡ് എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ ഏതൊക്കെയാണ്, ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹൈപ്പോതെസിസ് ക്ലാസ്സിനകത്ത് വരുന്ന 2 ആൾക്കാരാണ് ഹൈപ്പോതെസിസും ഹൈപ്പോതെസിസ് സ്പേസും. ഹൈപ്പോതെസിസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൈപ്പോതെസിസ് സ്പേസ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഹൈപ്പോതെസിസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗോ ആൻഡ് വാച്ച് മൈ ഫസ്റ്റ് വീഡിയോ ഓഫ് മെഷീൻ ലേണിംഗ്. അതിനകത്ത് ഒരു ഹൗസിംഗ് പ്രൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് പോയി നിങ്ങൾ കാണണം. റിഗ്രഷൻ ടൈപ്പാണ് അത്, ക്ലാസിഫിക്കേഷൻ അല്ല, റിഗ്രഷൻ ആണ്. എന്നാലും നിങ്ങൾക്ക് ഹൈപ്പോതെസിസ് എന്താണെന്ന് അവിടെ വരുമ്പോൾ മനസ്സിലാകും. ഓക്കെ, സോ ഇൻ എ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ദ ഹൈപ്പോതെസിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രപ്പോസിഷൻ ടു എക്സ്പ്ലെയിൻ ദ സെറ്റ് ഓഫ് ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻസ്. നമ്മൾ ഓൾറെഡി പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്നും നമുക്ക് എങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ഫാക്റ്റ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകുന്ന തരത്തിലുള്ള ഒരു ബൗണ്ടറി ലൈൻ നമുക്ക് എങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റും, അതായത് പാസ്റ്റ് ഡേറ്റാസ് കൂടുതലും കറക്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഒബ്സർവേഷൻ നമ്മൾ അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം.
എന്നിട്ട് ആ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ബാക്കി ഒരു പുതിയൊരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ഒരു നമ്മൾ ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇക്വേഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ അത് വെച്ചിട്ടായിരിക്കും നമ്മളൊരു പുതിയ ഇൻപുട്ട് ഡേറ്റ വന്നു കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് ഹൈപ്പോത്തസിസുകൾ നമുക്ക് വരയ്ക്കാം. ഹൈപ്പോത്തസിസിന് നമ്മുടെ ഒബ്സർവേഷൻസ് കറക്റ്റ് ആകുന്ന രീതിയിലുള്ള ലോട്ട് ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ ഒബ്സർവേഷൻസ് കറക്റ്റ് ആകുന്ന രീതിയിലുള്ള സെറ്റ് ഓഫ് കറക്റ്റ് ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് വിളിക്കുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വൺ ആൻഡ് ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വൺ. ഇതിനകത്ത് പറയുന്നത് ദ ഹൈപ്പോത്തസിസ് സ്പേസ് ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഈസ് ദ സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എച്ച്. എച്ച് എന്ന് പറയുന്ന കറക്റ്റ് ഫാക്റ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് നമുക്ക് തരുന്ന തരത്തിലുള്ള സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസിനെ ആണ് നമ്മൾ എച്ച് എന്ന്, അതായത് സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എച്ച്. ഹൈപ്പോത്തസിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. അതേസമയം ഹൈപ്പോത്തസിസ് സ്പേസ് നമുക്ക് ക്യാപിറ്റൽ എച്ച് എന്ന് വിളിക്കാം. ഓക്കെ, the hypothesis space for a binary classification problem is the set of hypothesis H that possibly might be returned by it. ആ പറയുന്ന ഹൈപ്പോത്തസിസ് എന്താണോ ചെയ്തിരുന്നത്, ഏതൊക്കെ ഫാക്റ്റുകൾ തന്നിരുന്നോ അതേപോലെ സെയിം ഫാക്റ്റുകൾ തരാൻ പറ്റുന്ന ഇനിയും എത്ര തരത്തിലുള്ള ഹൈപ്പോത്തസിസുകളുണ്ടോ അങ്ങനെയുള്ള a group of hypothesis is called hypothesis space എന്ന് പറയുന്നത്. Let's consider X be an example in a binary classification problem. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഒരു എക്സാമ്പിളാണ് എക്സ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ഡേറ്റയെ എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്ലാസ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത ആ പറയുന്ന ഇൻപുട്ടായ എക്സിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ് എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതാണ് സി ഓഫ് എക്സ്. സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരുന്ന പ്ലോട്ട് ചെയ്ത ഇൻപുട്ട് എന്താണോ, ആ എക്സ് എന്ന് പറയുന്ന പ്ലോട്ട് ചെയ്തിരുന്ന വാല്യൂവിൽ നിന്നാണ് ഞാൻ എടുത്ത പാസ്റ്റ് ഡേറ്റ, അതിൻ്റെ വാല്യൂ ഞാൻ നോക്കുന്നു, സി ഓഫ് എക്സ്. ഓക്കെ, ക്ലാസ് ലേബൽ എന്താണ് ആ എക്സിന് അസൈൻ ചെയ്തിരുന്നതെന്ന് നോക്കുന്നു. അതിൻ്റെ ലേബൽ എക്സ് ഓഫ് സി ഓഫ് എക്സ്, അതായത് സി ഓഫ് എക്സ്. സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് ലേബൽ, എക്സിൻ്റെ ക്ലാസ് ലേബൽ. എക്സ് ഓഫ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സി ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ക്ലാസ് ലേബൽ എന്താണ്? എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ക്ലാസ് ലേബൽ എന്ന് പറയുന്നത് 0യോ 1ഓ ആകാം. നമ്മൾ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പറഞ്ഞു. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 0. അതാണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്ന സി ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളാണ്. ആ എക്സാമ്പിളിൽ നിന്നും കറസ്പോണ്ടിങ് എക്സാമ്പിളിന് ഔട്ട്പുട്ടായിട്ട് കൊടുത്തിരുന്ന ക്ലാസ് ഏതാണ്? അതാണ് ക്ലാസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സി ഓഫ് എക്സ്. അത് ഒന്നെങ്കിൽ ആ പറയുന്ന ഇൻപുട്ട് 0 എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കാം, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കാം. അടുത്തിവിടെ പുതിയൊരു വേരിയബിൾ ഡി, ക്യാപിറ്റൽ ഡി. ഡി എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തെടുത്ത പാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റാസ്. ഇപ്പോൾ പാസ്റ്റ് ഡേറ്റാസിനെയാണ് എനോമസ് എമൗണ്ട് ഓഫ് പാസ്റ്റ് ഡേറ്റാസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ കൊടുക്കുന്ന നമ്മുടെ പ്രോബ്ലത്തിന് എന്തെല്ലാം പാസ്റ്റ് ഡേറ്റാസ് കൊടുത്തോ അതാണ് ട്രെയിനിങ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. അതാണ് ക്യാപിറ്റൽ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലത്തിൻ്റെ ഹൈപ്പോത്തസിസ്. ഞാനൊരു ബൗണ്ടറി ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറി ലൈനാണ് എച്ച് എന്ന് പറഞ്ഞാൽ. ആ ബൗണ്ടറി ലൈനിന് ശേഷം വരുന്ന ആൾക്കാർ പോസിറ്റീവും ആ ബൗണ്ടറി ലൈനിന് മുന്നേ വരുന്ന ആൾക്കാർ നെഗറ്റീവും എന്ന് പറഞ്ഞ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഹൈപ്പോത്തസിസ്. എച്ചിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഈ ഹൈപ്പോത്തസിസിൽ ഇടുമ്പോൾ എനിക്ക് ഒരു ഇൻപുട്ട് ഡേറ്റ ഞാൻ എടുക്കുന്നു, എക്സ് എന്ന് പറഞ്ഞ സെയിം ഇൻപുട്ട് ഡേറ്റ ഈ ഹൈപ്പോത്തസിസ് ഫോർ എക്സാമ്പിൾ ഇക്വേഷൻ എന്ന് വിചാരിച്ചോ. ആ പറയുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് പാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിച്ച ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനകത്ത് സെയിം ഇൻപുട്ട് ഡേറ്റ കൊടുക്കുമ്പോൾ നേരത്തെ എക്സിന് നമ്മൾ കൊടുത്തല്ലോ, എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ഡേറ്റയാണ്. ആ ഇൻപുട്ട് ഡേറ്റയുടെ ക്ലാസ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കി. ഇനി ആ സെയിം എക്സിനെ എടുത്ത് ഈ ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുത്താൽ സെയിം വാല്യൂ തന്നെയാണോ കിട്ടുന്നതെന്നും കൂടി നോക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എൻ്റെ ഹൈപ്പോത്തസിസ്, ഞാൻ സെലക്ട് ചെയ്ത ഹൈപ്പോത്തസിസ് വെരി ട്രൂ എന്ന് എനിക്ക് പറയാം. സോ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ദ ക്ലാസ് ലേബിൾഡ് അസൈൻ ടു എക്സ് ബൈ ആൻ ഹൈപ്പോത്തസിസ് എച്ച്.
എച്ച് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ഇക്വേഷനകത്തേക്ക് നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് ലേബലാണോ കിട്ടിയതെന്ന് നോക്കുക. 0 ആണോ 1 ആണോ കിട്ടിയതെന്ന് നോക്കുക. ഈ പറയുന്ന ലേബല് ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ് ലേബൽ. നമുക്ക് എന്താണോ ആ ഇൻപുട്ടിന് നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് എന്തായിരുന്നോ അതുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. വി ക്യാൻ സേ ദാറ്റ് എച്ച് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ കൺസിസ്റ്റൻ്റ് കൊണ്ട് സാറ്റിസ്ഫൈസും ഉണ്ട്. ഇപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഞാൻ ഇക്വേഷനിലേക്ക് ആ ഇൻപുട്ടിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴും ക്ലാസ്സിനകത്തേക്ക്, അതായത് ഞാൻ പാസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റ നോക്കുമ്പോഴും അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കണം. ഞാൻ പാസ്റ്റ് എമൗണ്ട് ഓഫ് ഒരുപാട് ഡേറ്റാസ് വെച്ചിട്ടാണ് ഞാനൊരു ഇക്വേഷൻ ഫോം ചെയ്തെടുത്തത്. ആ ഇക്വേഷനിലേക്ക് പഴയ ഡേറ്റാസ് ഇൻപുട്ട് കൊടുക്കുന്ന പഴയ ഏതെങ്കിലും ഒരു ഡേറ്റ കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുന്ന വാല്യൂവും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള ഡേറ്റയും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ ആ പറയുന്ന ട്രെയിനിങ് ഡേറ്റ സെറ്റിലുള്ള എല്ലാ എക്സും എന്തായിരിക്കണം? എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി ഓഫ് എക്സ് ആയിരിക്കണം for all x element of D. Second one, example x എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സാമ്പിൾ എക്സ് സാറ്റിസ്ഫൈസ് ദ ഹൈപ്പോത്തിസിസ്. എക്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഹൈപ്പോത്തിസിസ്, നമ്മൾ കൊടുക്കുന്ന ഹൈപ്പോത്തിസിസ് എച്ചിന് സാറ്റിസ്ഫൈ ആകണം എന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇഫ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് സാറ്റിസ്ഫൈസ് ദി ഹൈപ്പോത്തിസിസ് എച്ച് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇത്രയും മനസ്സിലായാൽ മാത്രമേ ഇനി ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. ആ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഓഫ് എ വേരിയബിൾസ് എക്സ് വിത്ത് ദ അസോസിയേറ്റഡ് ക്ലാസ് ലേബൽ. നമ്മളിവിടെ കുറേ എക്സിന് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിന് കറസ്പോണ്ടിങ് ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്ക്, എക്സിൻ്റെ വാല്യൂ 27, 15, 23, 20, 25, 17, 12, 36, 10 എന്നും കറസ്പോണ്ടിങ് ക്ലാസിൻ്റെ വാല്യൂ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമേ ചെയ്തിരിക്കുന്നത് ഈ തന്നിരുന്ന ഈ ബ്ലോക്സിൽ തന്നിരുന്ന വാല്യൂസിന് ഞാനൊരു എക്സ് ആക്സിസിനകത്തേക്ക് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതായത് നെഗറ്റീവായിട്ട്, അതായത് 0 എന്ന് പറയുന്ന വാല്യൂസ് ഉള്ളതിനെയാണ് ഞാൻ ഡോട്ടഡ് സർക്കിൾ വെച്ചിട്ട്, ദാറ്റ് മീൻസ് സോളിഡ് സർക്കിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി ഗ്രേറ്റർ ദാൻ 1, അതായത് 1 എന്ന് പറയുന്നതിന് എല്ലാത്തിനും ഞാൻ സർക്കിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സ് ആക്സിസിനകത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കണം ഏത് വാല്യൂ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് വാല്യൂ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് ലേബൽസ്, തന്നിരുന്ന ക്ലാസ് ലേബൽസിനെ നമ്മൾ അനലൈസ് ചെയ്യുവാണ്. അനലൈസ് ചെയ്യുമ്പം ഏത് വാല്യൂ വെച്ചിട്ടായിരിക്കും കറക്റ്റ് വാല്യൂ കിട്ടുന്നത്? നോക്ക്, 20 എന്ന് പറയുന്ന വാല്യൂ തൊട്ട് ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുന്നത് എല്ലാം തന്നെ 1 ആണ്. ലെസ് ദാൻ 20 എന്ന് പറയുന്നത് എല്ലാം തന്നെ 0 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ഹൈപ്പോത്തിസിസ് കൺസിഡർ ചെയ്യാം, എച്ച് ഡാഷ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസിൽ നിന്നും ഞാൻ എടുക്കുന്ന ഒരു ഇക്വേഷൻ, എൻ്റെ ഒബ്സർവ് ചെയ്ത ഡേറ്റാസിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഇക്വേഷനാണ് എച്ച് ഡാഷ്. ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ഈക്വൽ ടു ഇഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20യോ അതിൽ കൂടുതലോ ആവുകയാണ് എങ്കിൽ അതിൻ്റെ വാല്യൂസ് ദെൻ 1 എൽസ് അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ് ഞാൻ ആദ്യത്തെ ഹൈപ്പോത്തിസിസ് കൺസിഡർ ചെയ്തു. ഇനി നിങ്ങൾ തന്നെ കൊടുത്തു നോക്കിയേ, ഈ പറയുന്ന ഇക്വേഷനകത്തേക്ക് 27 നമുക്ക് ഓൾറെഡി പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് 27. ഒരു എക്സിനെ നമ്മൾ എടുത്തു, അതായത് എച്ച് ഡാഷ് ഓഫ് 27 എടുത്തു. എന്നിട്ട് ഈ 27നെ നിങ്ങൾ ഈ പറഞ്ഞ ഹൈപ്പോത്തിസിസ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞ ഹൈപ്പോത്തിസിനകത്തേക്ക് ഒന്നിട്ട് നോക്കിയേ. ദാറ്റ് മീൻസ് എച്ച് ഡാഷ് ഓഫ് 27, ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 27. സോ ഇഫ് 27 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ലേബൽ ചെയ്യണം? 1 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യണം. സോ എച്ച് ഡാഷ് ഓഫ് 27 ഈക്വൽ ടു 1 ആണ്. സോ സി ഓഫ് 27 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് തന്നിരുന്നു, നിങ്ങൾക്ക് ഡേറ്റാസ് എക്സാമ്പിളായിട്ട് തന്നിരുന്ന ഡേറ്റയിലെ സി ഓഫ് 27 എന്താണ്? ക്ലാസ് എന്താണ്? എക്സിന് 27 ആണ് എക്സ്, ആ 27 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് എത്രയാണ്? 1 ആണ്. ദാറ്റ് മീൻസ് എച്ച് ഡാഷ് ഓഫ് 27 ഈസ് ഈക്വൽ ടു സി ഓഫ് 27 തന്നെയാണ്. സോ
ഹിയർ എന്താണ് വേറൊരു എക്സാമ്പിളും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 15. h dash of 15 equal to 0. So just give the value of this 15 in the h dash equation. h dashൻ്റെ ഇക്വേഷനിലേക്ക് നിങ്ങൾ ഇട്ട് നോക്ക്. അപ്പോൾ എന്താ കിട്ടും നോക്ക്, 15 greater than equal to 20 ആണോ? അല്ല. സോ ദ വാല്യൂ വിൽ ബി 0 ആൻഡ് ദ കറസ്പോണ്ടിങ് ക്ലാസ് ലേബൽ ഓഫ് ദി 15 നോക്കുക. 15ൻ്റെ ക്ലാസ് ലേബൽ എന്താണ്? There it is given, clearly given it as 0 ആണ്. So എന്താണ് c of 15 equal to 0. Hence we can say that h dash of 15 is equal to c of 15 എന്ന് പറയാം. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് രണ്ടെണ്ണം കറക്റ്റ് ആയല്ലോ. നമുക്കിനി ഇവിടെ ഒരു പുതിയ ഡേറ്റ കൊടുക്കാം. ഈ പറയുന്ന ക്ലാസ് ലേബൽ ഇല്ലാത്തൊരു ഡേറ്റ കൊടുക്കാം. എക്സ് ഈക്വൽ ടു 5ഉം എക്സ് ഈക്വൽ ടു 28ഉം രണ്ട് ഡേറ്റാസ് കൊടുത്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 5, അതായത് എക്സിൻ്റെ വാല്യൂ 5 ഇട്ട് നോക്കാം. നമുക്ക് ഹൈപ്പോത്തിസിസിൽ ആദ്യമേ കൊടുക്കാം. എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ഇഫ് 5 greater than or equal to 20 ആണോ? അല്ല. അല്ലാതെ വരുമ്പോൾ എന്താണ്? 0 എന്ന് പറയുന്ന വാല്യൂ വരും. ഇപ്പോൾ എച്ച് ഡാഷ് ഓഫ് 5 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്കൊരു പുതിയ ക്ലാസ് ലേബൽ, അതായത് പ്രെഡിക്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം, ഒരു പുതിയ വാല്യൂവിൻ്റെ ക്ലാസ് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. ഇനി അതുപോലെ പുതിയൊരു വാല്യൂ ആണ് 28 എന്ന് പറയുന്നത് എച്ച് ഡാഷിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എച്ച് ഡാഷ് ഇഫ് എക്സ് എന്ന് പറഞ്ഞാൽ 28 greater than or equal to 20 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വാല്യൂ? 1 ആണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എച്ച് ഡാഷ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മൾ ഇത് ഒരു ഒറ്റ ഹൈപ്പോത്തസിസ്, ഒന്നിൽ കൂടുതൽ ഹൈപ്പോത്തസിസ് എനിക്ക് ഇതുപോലെ എഴുതാം. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞാൻ വേറൊരു ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, എച്ച് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 19 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. നോക്ക്, നിങ്ങൾ നോക്കിക്കേ, 17നും നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന എക്സ് ആക്സിസിൽ നോക്കണം. 17നും 20ക്കും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പോസിറ്റീവിലായിരിക്കുമോ നെഗറ്റീവിലായിരിക്കുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് 17 കഴിഞ്ഞിട്ടുള്ള ഏത് നമ്പേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവിലോ നെഗറ്റീവിലോ ആകാം. ഓക്കെ, സോ എച്ച് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 19. ഞാൻ അതായത് വാല്യൂ വേറെ മാറ്റി കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ബൗണ്ടറി വാല്യൂ 19 ആക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആവുകയാണെങ്കിൽ 1 ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ ഡേറ്റാസ് കറക്റ്റ് തന്നെയല്ലേ? ഇപ്പം പുതിയ ഡേറ്റ 20 വരുവാണ്. നമ്മൾ ക്ലാസ് ലേബലിലുള്ള ഡേറ്റ 20 എടുത്ത് നോക്കിയേ. 20 greater than or equal to 19 ആണല്ലോ? ആണ്. 1 തന്നെയാണല്ലോ വാല്യൂ. ഓക്കെ, കറസ്പോണ്ടിങ് 1 തന്നെയാണ്. എൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ടപ്പോഴും 1 തന്നെയാണ്. അപ്പോൾ എനിക്ക് പ്രശ്നം വരുന്നില്ല. സോ എച്ച് ഡബിൾ ഡാഷ് അപ്പോൾ ഈക്വൽ ടു ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 19 ദെൻ 1 else 0. സോ ഞാൻ ഇവിടെ എച്ച് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ഹൈപ്പോത്തസിസ് ഞാൻ കൺസിഡർ ചെയ്തു. സോ ഐ ക്യാൻ പ്രൊവൈഡ് ഓർ ഐ ക്യാൻ കൺസ്ട്രക്ട് different types of hypothesis values, then we can say that it is called hypothesis space എന്ന് പറയുന്നു. Okay, the set of hypothesis can be defined using a parameter called m എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ പാരാമീറ്റർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ദ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ്? ദാറ്റ് ഈസ് എം എന്താണ്? ഈ പറഞ്ഞു ഞാൻ നിങ്ങളെ എക്സ് ആക്സിസിൽ നോക്കിയേ, എം എന്തായിരിക്കും? ദ നമ്പേഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 17 and 20. 17നും 20ക്കും ഇടയ്ക്ക് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടോ അതാണ് എം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഇക്വേഷനിൽ എത്ര ഹൈപ്പോത്തസിസ് വരും? 18 വെച്ചിട്ട് എനിക്ക് പറയാം. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 വെച്ച് പറയാം. അടുത്തത് 19 വെച്ച് പറയാം, 20 വെച്ച് പറയാം. സോ എൻ്റെ ഹൈപ്പോത്തസിസ് സ്പേസ് ഓഫ് 4 വരാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ ഹൈപ്പോത്തസിസ് സെറ്റ്, അതായത് ഹൈപ്പോത്തസിസ് സ്പേസ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹൈപ്പോത്തസിസ് സ്പേസ് കൺസിഡർ ചെയ്യണമെങ്കിൽ വി നീഡ് ടു നോ അബൌട്ട് ദ പാരാമീറ്റർ എം എന്ന് പറയുന്ന പാരാമീറ്റർ ഞാൻ അറിയണം ത്രൂ അനലൈസിങ് ദി പാസ്റ്റ് ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ HM എന്ന് പറയുന്നത് നോക്കിക്കേ. HM എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ H17 വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഇക്വേഷൻ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17 ദെൻ 1 else 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ പോകും. അതാണ് ഇവിടെ ജനറലൈസ് ചെയ്തിട്ട് ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞ വേർഡ് പറയുന്നത്. HM എന്ന് പറയുന്ന പാരാമീറ്റർ. HM എന്ന് പറയുന്നത് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എം, എക്സിൻ്റെ വാല്യൂ എമ്മിനേക്കാട്ടിലും വലുതാണ് എന്നുണ്ടെങ്കിൽ 1 എന്നും അല്ലെങ്കിൽ 0 എന്നും കൺസിഡർ ചെയ്യാം.
So set of all hypotheses obtained by assigning different values to m, mന് different values കൊടുത്തു കഴിഞ്ഞാൽ we will get number of hypotheses. These hypotheses are called hypothesis space. Capital H വെച്ചിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എച്ച് എം. എച്ച് എം മീൻസ് എം ഈസ് എ റിയൽ നമ്പർ. എച്ച് എം ഇപ്പം ഇവിടെ H17, H18, H19, H20. സോ എച്ച് എം എന്ന് പറയുന്നത് 4 നമ്പേഴ്സ് വരും. സോ എം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിൾ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ ഒരു ക്ലാസ് തന്നിട്ട് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എക്സും നമ്പർ ഓഫ് ഇൻപുട്ട് ഡേറ്റാസും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ക്ലാസ് ലേബിൾസും തന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഹൈപ്പോത്തിസിസ് അതായത് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എത്ര ഹൈപ്പോത്തിസിസ് കൺസ്ട്രക്ട് ചെയ്യാം, ഹൈപ്പോത്തിസിസ് സ്പേസ് എത്രയൊക്കെ കിട്ടും എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു പ്രോബ്ലം ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത്. സോ അതുവരെ നെക്സ്റ്റ് വീഡിയോ, ഇത് തീർന്നിട്ടില്ല, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വരുന്ന എക്സാമ്പിൾസും പ്ലസ് വേർഷൻ സ്പേസും കൂടി ഉണ്ട്. അവിടെ തന്നെ നമുക്ക് മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തിസിസും മോസ്റ്റ് സ്പെസിഫൈഡ് ഹൈപ്പോത്തിസിസും പഠിക്കാനുണ്ട്. അതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ ടിൽ ദെൻ ബൈ.